ഹലോ ഗായ്സ്, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചരണ്ടി വെച്ചിട്ട് ഒരു മീൻകറിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ വറുത്തരച്ചൊരു മീൻകറി ആട്ടോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് തേങ്ങ അത്യാവശ്യം കേട്ടോ. തേങ്ങ ഇട്ടോ നമ്മുടെ മെയിൻ സംഭവം. അപ്പോൾ നമുക്ക് തേങ്ങ പൊളിച്ചിട്ട് വൃത്തിയാക്കി എടുക്കാം. പിന്നെ നമുക്കതിൽ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് തേങ്ങ നല്ല പോലെ ചരണ്ടി അങ്ങ് എടുക്കണം. അപ്പോൾ കുറച്ച് പുളിയൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ പുളി വെള്ളത്തിലിട്ടു. അപ്പോൾ ഇനി നമുക്ക് തേങ്ങ ചിരണ്ടാൻ വേണ്ടി പോകാം. അപ്പോൾ ഇത് നമ്മൾ ലാഭമേള പോയപ്പോൾ വാങ്ങിയ സാധനം കേട്ടോ. ഇതും ചെറിയൊരു ചിരവയാണ്. നമുക്ക് കൈ പിടിച്ചിട്ട് ഇതുപോലെ ചിരവി എടുക്കാം. നല്ല സുഖമാണ്. പണ്ട് അമ്മമ്മയുടെ വീട്ടിലുണ്ടായിരുന്നു എന്നാണ് അമ്മ പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ വാങ്ങിയതാണ് കേട്ടോ. ഈ സംഭവം നല്ല രസമുണ്ട്, സുഖമാണ് കേട്ടോ. നമ്മൾ ഈ സാധാ ചിരവ വെച്ച് കഷ്ടപ്പെടുന്നതിന് പകരം ഇത് നല്ല സുഖമാണ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് തേങ്ങ വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യമായ എണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ല പോലെ നമുക്ക് തേങ്ങ ചേർത്തിട്ട് അങ്ങോട്ട് വറുത്തെടുക്കാം. കുറച്ച് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു ലേശം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക അതിലേക്ക്. അപ്പോൾ ഞാൻ വീട്ടിലുണ്ടായ കറിവേപ്പില ആണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ ചെറിയൊരു ചെടിയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിന് 2 ഇല പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ അതും കൂടി നമുക്ക് ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് തേങ്ങ നല്ല പോലെ അങ്ങോട്ട് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ 2 തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ ഇതാക്കി കൊടുക്കാം കേട്ടോ. പിന്നെ ഉള്ളി കൂടി വേണം. അപ്പോൾ നമ്മളിവിടെ ഒരു പട്ടയും കൂടി എടുത്തിട്ടുണ്ട് തേങ്ങ അരക്കണ കൂട്ടത്തിൽ കൂടെ അരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നല്ല പോലെ അങ്ങോട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്കിതൊരു മൺചട്ടിയാണ് ഞാൻ ഇവിടെ വെച്ച് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഏത് ചട്ടി വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ കുറച്ച് എണ്ണയും ചേർത്തതിന് ശേഷം അതിലേക്ക് ഉലുവ, പിന്നെ അതുപോലെ തന്നെ ഏലക്ക, പട്ട, പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത്, പിന്നെ പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉള്ളി ഞാൻ അതിൽ കാണിക്കാൻ മറന്നതാണേ. കുറച്ച് ഉള്ളിയും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് വഴറ്റാം കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് അതേപോലെ തക്കാളിയും കൂടി ചേർത്ത് നല്ല പോലെ അങ്ങോട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ നല്ല വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചേർക്കുന്നത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ഉപ്പ്, അതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് നന്നായിട്ട് നമുക്ക് പൊടിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ വെച്ചിരുന്ന പുളി കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ആ പുളി വെള്ളം കൂടി നല്ലപോലെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തൊന്ന് തിളച്ച് വരുന്നതിന് ശേഷം നമുക്ക് ഉപ്പില്ലെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നേരത്തെ ഞാൻ ചേർത്ത് ഉപ്പ് പാകണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ചേർത്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ കുറച്ച് പുളിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടൊന്ന് ലൂസാക്കി എടുത്തു കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് മീനും ഇതൊക്കെ ചേർത്തിട്ട് വേണം ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. നമുക്കിതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണമൊക്കെ ചേർത്ത് വെക്കാം. നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തീയൊന്ന് കുറച്ച് കിട്ടും. അപ്പം നമ്മളിതൊന്ന് വൃത്തിയാക്കി നമ്മുടെ തരണ്ടി ആ ഒരു മീൻ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഇനി ഇത് വെന്ത് വരട്ടെ. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പം ഇനി നമുക്ക് അടച്ചു വെക്കാം കേട്ടോ. എല്ലാവരും തന്നെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അടിപൊളിയാണ് ഈ ഒരു കറി. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പം ഞാനിങ്ങനെ അടച്ചു വെച്ച് തുറന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി ബാക്കി ഐറ്റംസൊക്കെ ചേർക്കാം. അപ്പം നമ്മുടെ മീൻ ഇവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഇൻഗ്രീഡിയൻസൊക്കെ കുറവുണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഇനി ഞാനിതിലേക്ക് അരച്ച് വെച്ച് നമ്മുടെ തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കൊരു ലേശം വെള്ളം കൂടി അതിൽ കൂടെ ചേർത്തിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നല്ല പോലെ അങ്ങോട്ട് ഇളക്കിയെടുക്കുക കേട്ടോ. മീനൊന്നും പൊടിയാതെ വേണം കേട്ടോ ഇളക്കാനായിട്ട്. അപ്പോൾ നല്ല പോലെ ഇളക്കിയിട്ട് നമുക്ക് അതൊന്ന് തിളയ്ക്കാൻ പാടില്ല കേട്ടോ. തിളച്ചാൽ അതിൻ്റെ ടേസ്റ്റ് പോവും. ചട്ടിയിൽ ഇരുന്ന് തന്നെ ഇത് കുറുകി വരും കേട്ടോ. ചെറിയൊരു തള മാത്രം മതി. അപ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ നാച്ചുറൽ കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ലേശം പച്ച വെളിച്ചെണ്ണയും കൂടി നമുക്കിതിൻ്റെ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരും കേട്ടോ. ആ ഒരു ടൈമിൽ നമുക്ക് അടച്ചു വെച്ച് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.